ബൈനോക്കിൾ ടോക്സിൻ്റെ ഒരു പുത്തൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് പെരുവന്താനമാണ്, പെരുവന്താനം. അതായത് നമ്മൾ മുണ്ടക്കയത്ത് കയറുകയാണെങ്കിൽ പെരുവന്താനം എത്തുമ്പം ഒരു പെരുവന്താനം കോളേജ് റോഡെന്നും പറഞ്ഞ് ഇടത്തോട്ട് താഴോട്ട് റോഡുണ്ട് കേട്ടോ. നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ചേട്ടാ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയായിരുന്നു പറഞ്ഞു. ശരി, അവൻ്റെ ലൊക്കേഷൻ വെച്ച് ഞങ്ങൾ പോവാം കേട്ടോ. ലൊക്കേഷൻ വെച്ചത് കുറച്ചങ്ങോട്ട് താഴേക്ക് ഇരുന്നപ്പോഴത്തേനും ഒരു കാറുകാരൻ ചേട്ടനെ കണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ, അവിടെ ഒരു ചുഴുക്കുത്തോ എന്തോ ഒരു സംഭവമാണെന്ന് പറഞ്ഞു. ശരി, എന്തായാലും ഇറങ്ങിയില്ലേ, എന്നാൽ വിട്ടേക്കാമെന്ന് വിചാരിച്ചു. കുറച്ചങ്ങോട്ട് ഫ്രണ്ടിൽ വന്നപ്പോൾ അവിടെ പള്ളി ഉണ്ടായിരുന്നു. എന്തോ ഞായറാഴ്ചയായിട്ടും പള്ളിയിലൊന്നും ആരുമില്ലായിരുന്നു. പിന്നെ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പള്ളിയുടെ ആവശ്യങ്ങൾക്കല്ലാതെ കോമ്പൗണ്ടിൽ കയറില്ലെന്ന്. അതൊക്കെ കഴിച്ച് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയേ. കുറിയും കൊണ്ട് മുന്നോട്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും വയസ്സുള്ള ചേട്ടൻ വെച്ചു എന്നോട് ചോദിച്ചേടാ, എനിക്കിങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പേര് കിട്ടിയിട്ടുണ്ട്. പേരെന്താ? അണ്ണ പറഞ്ഞു, നമ്മുടെ സുഹൃത്ത് പറഞ്ഞത് ആനചാരി. ഞാൻ പറഞ്ഞു ചേട്ടാ ആനചാരി, ഉണ്ടുണ്ട്, ഇവിടുന്ന് 3 കിലോമീറ്റർ മതിയാണെന്ന് പറഞ്ഞു. പിന്നൊരു പ്രയാണമായിരുന്നു. റോഡ് ഭയങ്കര മോശമാണേ, എന്നാൽ കുറച്ച് ഭാഗം നല്ലത്. ഇനി അറിയാമായിരുന്നു, കുരിശുംതൊട്ടി മാത്രം തപ്പിപ്പോൾ മതി. കുരിശുംതൊട്ടിയുടെ സൈഡാണ്. അത് കഴിഞ്ഞ് 3 കിലോമീറ്റർ ഏകദേശം അടുപ്പിച്ച് പോയി കുരിശുംതൊട്ടി വന്നു. കുരിശുംതൊട്ടി ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴി കിടപ്പുണ്ട്, ഇടത്തും വലത്തും തിരിച്ചറിയാൻ പറ്റുന്ന പറഞ്ഞാൽ എന്നും ചീത്ത കേൾക്കുന്നത്. വലത്തോട്ടൊരു വഴി കിടപ്പുണ്ട്. അവിടുന്ന് കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മുടെ ബൈക്കൊക്കെ അത്യാവശ്യം പോകത്തുള്ളൂ. നമ്മൾ രഥം ഇവിടെ വെച്ചു. ഞാൻ തന്നെ ഉള്ളൂ കേട്ടോ, ഇന്ന് പൺസേട്ടൻ വന്നില്ല. പൺസേട്ടൻ അത്യാവശ്യം ചില പരിപാടികളുണ്ടായിരുന്നു. എനിക്ക് ഇടുക്കിക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ തനിയെ പോകുന്നു കേട്ടോ. ഇവിടെ എന്നാ അറിയാം, ഇവിടെ എൻ്റെ പൊന്നേ, ഞാൻ വിചാരിച്ച് ഇതായിരിക്കും വെള്ളച്ചാട്ടം എന്ന് വിചാരിച്ച് ഇറങ്ങി. അവിടെ ഇറങ്ങി ചെന്നപ്പോൾ നല്ല സ്വിമ്മിംഗ് പൂൾ പോലെ നല്ല മനോഹരമായിട്ട് നല്ല പളുങ്ക് പോലെ വെള്ളം കിടക്കുന്ന കേട്ടോ. ഇതിൻ്റെ അടിവശമൊക്കെ നല്ല കാണാം, നല്ല തണുപ്പും. ഞാൻ എത്രയോ പ്രാവശ്യം ഈ കോട്ടയത്തുനിന്നും മുണ്ടക്കയത്തുനിന്നും പൊൻകുന്നം പെരുവന്താനം ഒക്കെ ഈ വഴി യാത്ര ചെയ്തിട്ട് എനിക്ക് ഇത്രയും വയസ്സായി, എൻ്റെ ഭഗവാൻ എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന്. അതായത് നമ്മൾ ആ പെരുവന്താനം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇടത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ മാക്സിമം 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇതുപോലെ മനോഹരമായൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അത് പോയി അതെൻ്റെ വലിയൊരു സങ്കടമായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പേ ഒരു 1000 പ്രാവശ്യം ഇതിൻ്റെ സ്റ്റാറ്റസ് ഇട്ടേ. ഇതോടോ എന്നാ ഭംഗിയാണെന്നറിയാം. മഴക്കാലത്ത് വെള്ളം കൂടുതലായിരിക്കും, അപകട സാധ്യതയും കൂടുതലായിരിക്കും, അത് ശ്രദ്ധിച്ചോണം. ഇപ്പം കിടക്കുമ്പോൾ നല്ല പളുങ്ക് പോലെ കണ്ണാടി പോലെ കിടക്കുന്നത്. നമ്മുടെ കാല വരെ കുരുകുരാന്ന് വെക്കുന്ന മീനില്ലേ, അവനും ഉണ്ട് കേട്ടോ, ആവശ്യം പോലെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് 2 ചേട്ടന്മാർ വഴിയും കണ്ടെന്ന്. അവർ പറഞ്ഞു അവിടെ അല്ല, മേളിൽ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ എന്നോട് കൂട്ടുകാരെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും പറഞ്ഞു ശരിയാണോ, അവൻ വെള്ളച്ചാട്ടമാണല്ലോ പറഞ്ഞേ, എന്നാൽ പോയേക്കാം. അതിൻ്റെ ഇടയ്ക്കൊക്കെ പറഞ്ഞു തീർന്നില്ല, അതിന് മുമ്പ് വെള്ളച്ചാട്ടം വന്നു. നോക്കിയേ വീഴുന്നേ, എങ്ങനെ വീഴുന്നറിയോ, ഇതൊരു പൂള് പോലെ സ്ഥലത്തോട്ടാണ് വീഴുന്നത് കേട്ടോ. അതിന് സൈഡിലൊക്കെ ഇറങ്ങി നിൽക്കാം അത്യാവശ്യം, പിന്നെ ആഴമൊക്കെ നോക്കിയിട്ട് മാത്രമേ ആൾക്കാർ ഇറങ്ങാവുള്ളൂ. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തണുപ്പാണ് വെള്ളത്തിന്, വേറെ ഒന്നും പറയാനില്ല. ഇത് കണ്ട് കിടക്കുന്നത് നല്ല പളുങ്ക് പോലെ കിടക്കുന്ന കേട്ടോ. ആ കല്ലിനടിവശമുള്ള ഇങ്ങനെ പായൽ വരെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ തരില്ല. നോക്കി, ഇവർ കോട്ടയംകാർ ചേട്ടന്മാർ കേട്ടോ. ഇവർ അടിച്ചു പൊളിക്കാൻ വന്നേക്കുന്ന പറഞ്ഞാൽ ഞായറാഴ്ച ദിവസമല്ലേ, ഇന്ന് ഞായറാഴ്ച ചെന്നപ്പോൾ അവർ തർക്കം എന്നോടൊന്ന് ചാടാൻ പറഞ്ഞു. കൊള്ളാം, ഇതേ കണ്ടോ, ആ ചേട്ടൻ നീന്തലറിയാം, പുള്ളി കമ്പൊക്കെ ഇട്ട് ആഴമൊക്കെ അളന്ന് തിട്ടപ്പെടുത്തി കൂട്ടത്തിൽ വന്നവരൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ മേളുവശം എങ്ങനെ ഇരിക്കുന്ന അറിയാൻ എനിക്ക് ഒരു മോഹം. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ മേളിൽ കയറിപ്പോട്ടെ, നിങ്ങൾ നോക്കിക്കോളാമോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു അത് കുഴപ്പമൊന്നും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളത്തിൽ കൂടെ ചാടിയാൽ മതി, ഞങ്ങൾ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞു. നല്ല പുകിലായി. ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ മേളിൽ കയറാൻ പ്ലാൻ ചെയ്തു. കണ്ടല്ലോ, വെള്ളം കണ്ടല്ലോ. ഞാൻ എൻ്റെ ഈ സൈഡിൽ കൂടെ ക്രോസ് ചെയ്ത് പയ്യെ അപ്പുറ സൈഡ് കുറച്ച് മരവും ചില്ലേക്കണ്ട് ചെറിയ ചെരുവ കേട്ടോ. ആ ചെരുവ് എല്ലാവരും കയറി പോകും ചെയ്യൽ, ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും കാണിക്കരുത്. ഞാൻ വെറുതെ ആ ചെരുവിൽ കൂടെ കയറി മേളിൽ ചെന്ന് കഴിഞ്ഞപ്പം ഇത് ഇങ്ങനെ കാണുന്നില്ല, കാരണം അതിൻ്റെ അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങരുത്, അപകടമാണ്. മരക്കൊമ്പ് ഉപ്പുണ്ട്, അതുപോലെ തന്നെ പൂഴിമണ്ണ് പോലത്തെ മണ്ണാണ്, ചവിട്ടിയ താഴെ പോവും. അവിടെ ഞാൻ കൂടുതൽ അഭ്യാസങ്ങൾ നടക്കാൻ പോയില്ല. അവിടെ നിന്ന് കണ്ട ആ ഒരു എങ്ങനെയാണത് കാണാവുന്ന രീതിയിൽ വീഡിയോയും പിടിച്ച് ഞാൻ അവിടെ നിന്ന് ചാടി കേട്ടോ. ഓക്കെ, ഇങ്ങനെ സംഭവം ശരിയാണ്, ഒരു പൂളിനകത്തോട്ട് പോയി വെള്ളം വീഴുന്നല്ല വീഴുന്നത്. ഇതിൻ്റെ മേളുവശവും അങ്ങനെയൊക്കെ തന്നെയാണ്, ചാടി. പക്ഷേ ഇതിൻ്റെ മേളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ വേറെ വെള്ളച്ചാട്ടങ്ങൾ കാണും. പിന്നെ ഞാൻ വന്ന് വിചാരിച്ചു, ഞാൻ തന്നെയല്ലേ വന്നേ, ഇത്രയൊക്കെ യാത്ര ചെയ്ത് ക്ഷീണം, ആ വെള്ളത്തിലൊന്ന് മുങ്ങി എങ്ങനെ ഇരിക്കും. എൻ്റെ പൊന്നേ, എന്നെ തണുപ്പാന്നറിയോ.
അപകടമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ നോക്കി തന്നെ ഞാൻ ഇറങ്ങി കേട്ടോ. എല്ലാവരും ഓടിപ്പോയി ഇറങ്ങി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലടേ. എല്ലാം മൊത്തം എല്ലാവർക്കും പരാതിയാണ്. യൂട്യൂബുകാർ പോയി അവിടെ ചെന്ന് ഇവിടെ ചെന്ന് നമ്മൾ ഓരോരോ അപകടം. ശബരിമലക്കാർ സത്രം പോയപ്പോൾ അവർ പറയണം അവിടെ വയ്യാത്തവർ വന്ന് അവിടത്തിലും പ്രശ്നമായി. ഞാൻ പറ്റി അതോ അവിടെ യൂട്യൂബുകാർ പോയി അങ്ങനെ പറഞ്ഞു. അതിന് യൂട്യൂബുകാർ ആവശ്യമില്ലാത്തവരെ കാണുന്ന പറഞ്ഞാൽ പോരെ യൂട്യൂബുകാർ. ഇതിപ്പോൾ വരെ യൂട്യൂബുകാർക്കിട്ട് പണിയായി തീരുവാണോ? അങ്ങനെ ചെയ്യില്ല കേട്ടോ. അപകടമില്ലാത്ത മേഖലകളിൽ മാത്രമേ ഇറങ്ങാവുള്ളൂ. പിന്നെ റീൽസൊക്കെ എടുത്ത് വൈറലാകാനൊക്കെ ശ്രമിക്കും. ചത്തോയ പോയി അവിടെ കൊണ്ടെല്ലാം തരും. പിന്നത്തെ റീലല്ല, പിന്നെ വേറൊന്നും കാണത്തില്ല. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ച് ഞാൻ അതിൻ്റെ ആ ഒരു സൈഡിൽ ഇറങ്ങാവുന്ന സൈഡിൽ ഇറങ്ങി. പിന്നെ നമുക്ക് അത്യാവശ്യം നീന്തലറിയാം. പിന്നെ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഭാഗത്തോട്ട് നീന്തി അത്രേ ഉള്ളൂ. വേറെ ഒരു ഭാഗത്തും നമ്മൾ അപകടം ഉണ്ടാക്കില്ല. പക്ഷേ ഇത് അടിപൊളി ഒരു സ്ഥലമാണ്. ഇത് നമുക്ക് കോട്ടയം കുമളി അല്ലെങ്കിൽ മുണ്ടക്കയം കുമളി യാത്ര ചെയ്യുന്നവർക്ക് ഏറ്റവും അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. വേറൊന്നും അതിനത് പറയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിനി അങ്ങോട്ട് വേറൊരു ആവശ്യത്തിന് ഇന്ന സമയത്ത് പോയെന്ന് പറഞ്ഞാലും നമുക്ക് പെരുവന്താനത്ത് നിന്ന് റിട്ടേൺ ഇറങ്ങി പെരുവന്താനത്ത് കുമളിക്കാരനാണെങ്കിലും കുട്ടിക്കാനങ്കാരനാണെങ്കിലും വരുന്ന ആർക്കാണെങ്കിലും പെരുവന്താനത്ത് നിന്ന് റിട്ടേൺ ഇറങ്ങി ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ഈ നമ്മളെ ഇനി നമ്മൾ പോകാൻ പോകുന്ന സ്ഥലമാണ് പറയാൻ പോകണം കേട്ടോ. നമ്മുടെ പൈനാപ്പിൾ തോട്ടമൊക്കെ കണ്ട് നമുക്ക് 35 മൈലിൽ കയറാം. ഇനി അവിടുന്ന് വരുന്നവർക്കാണേലും നമ്മൾ പോകുന്നവർ ഒരുമാതിരിപ്പെട്ടവർ ഇടുക്കിക്കാർക്കും അല്ല യാത്ര ചെയ്യുന്നവർക്ക് അറിയാവുന്ന സ്ഥലമാണ്. നമ്മൾ ആ എരുമേലിക്ക് തിരിയാൻ പോകുന്നിടത്തൊരു റാണി എന്ന് പറഞ്ഞൊരു ഹോട്ടലൊക്കെ ഉണ്ട്. ആ ഹോട്ടലിനടുത്ത് തിരിഞ്ഞ് ആ എസ്റ്റേറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ വരാം. ഇത് പോപ്സൺ, ഹാരിസൺ മലയാളം അങ്ങനെയുള്ള മറ്റേ വമ്പൻ കമ്പനികളുടെ പൈനാപ്പിൾ തോട്ടം, പൈനാപ്പിൾ, റബ്ബർ കുറേ ഭാഗമൊക്കെ ശൂന്യമായിട്ട് കിടക്കും കേട്ടോ. നമ്മൾ മറ്റേ കൊടികുത്തി വയ്ക്കുന്ന മറ്റേ ഒരു ഐസ്ക്രീം കഴിക്കുന്ന ഒരു സ്ഥലത്തൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടിയൊക്കെ നിർത്തി അപ്പോൾ താഴെ കുറേ ഇങ്ങനെ ഭാഗം കാണത്തില്ലേ, ആ സ്ഥലമായത്. ഇതിൻ്റെ പേര് മേവാരം. ഇവിടെ താമസക്കാരൊക്കെ വളരെ കുറവാണ്. അതിനകത്ത് എന്തോ പള്ളിയുടെ ഒരു കോൺവെൻറ്റോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവുണ്ട്. അങ്ങോട്ട് നമ്മളെ കടത്തത്തില്ല. അതൊന്നും ഓർത്ത് അവർ പോകരുത്. അവിടുന്ന് മേളിൽ നിന്ന് കാണുമ്പോൾ നമുക്കിങ്ങനെ നോക്കുന്നു ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവുണ്ട്. അവിടെയൊക്കെ അങ്ങോട്ടൊന്നും നമ്മളെ കടത്തത്തില്ല. പിന്നെ വഴി കുറേ ഭാഗം എല്ലാം മോശം വഴിയാണ് കേട്ടോ. മോശം എന്ന് കഴിഞ്ഞാൽ മിറ്റിലിളകി കിടക്കുക. അതുകൊണ്ട് അത് 2 വീലറിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. 4 വീലർ പിന്നെ എങ്ങനെയെങ്കിലും തട്ടി ഒന്നേക്ക് പോകും. ഇതിൻ്റെ സൈഡൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി കംപ്ലീറ്റ് പൈനാപ്പിളിനകത്തോട്ട് ഇറങ്ങാൻ വേണ്ടി മറ്റേ പ്ലാസ്റ്റിക്കൊക്കെ വലിച്ച് കെട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ താഴെ കാണുന്ന മറ്റേ പൈനാപ്പിൾ കളക്ട് ചെയ്ത് വെക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ലയങ്ങളും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ വെള്ള ബിൽഡിങ് കാണുന്നിടത്തോട്ട് നമുക്ക് എത്തണം. അതായത് ഇവിടുന്ന് ഒരു റാ അടിക്കണം. ആ വെള്ളയുണ്ട്, ആ വെള്ള അവിടുന്ന് റാ നമ്മൾ അടിക്കണം. പിന്നെ യാത്ര ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആകെപ്പാടെ അതിൻ്റെ ഇടയ്ക്ക് ഈ മേവാരം തുടങ്ങുന്നതിൻ്റെ അവിടെ ആ റബ്ബർ കാട് തുടങ്ങുന്നതിൻ്റെ ഒരു കടയെ കണ്ടുള്ളൂ. ആ കടയിൽ അത്യാവശ്യം നാരങ്ങാവെള്ളം കിട്ടും. പിന്നെ അവിടെ മറ്റേ സ്പ്രിൻറ്റിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെ സാധനങ്ങളും കിട്ടും. ഇതൊക്കെ അവിടുത്തെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാട്ടോ. ഞാനവിടെ കണ്ട പണിക്കാരിൽ ഭൂരിഭാഗം പേര് ഹിന്ദിക്കാരാണ്. പിന്നെ ഇത് കണ്ട ഇതിന് മേളിൽ മറ്റേ ചപ്പു ചവറൊക്കെ വാരിയിട്ടേക്കണേ. കാക്കയും കിളിയൊന്നും കൂട് വെച്ചൊന്നുമില്ല കേട്ടോ. ഇതെല്ലോ പൈനാപ്പിളിൻ്റെ മേളിലും ഇങ്ങനെ നിറച്ച് ചപ്പ് ഇങ്ങനെ വാരിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ചൂടടിക്കാതിരിക്കാനും അതുപോലെ തന്നെ പഴുത്ത് കഴിഞ്ഞ് കിളി കൊത്തായിരിക്കാനും ചെയ്തേക്കെന്ന് പറഞ്ഞു കേട്ടോ. നിറച്ച് ഞാനവിടെ ചേട്ടനോട് ചോദിച്ചു. അത് എല്ലാത്തിൻ്റെ മേളിൽ അതിൻ്റെ ചൂട്ടിൽ കളവറച്ച് അങ്ങനെ മൂടിയിട്ടുണ്ട്. കാരണം ഇത് വിളവെടുക്കാറായി വരുന്ന ഒരു മീഡിയം പരുവത്തിലുള്ള പൈനാപ്പിളാണ്. ഈ പ്രദേശം മൊത്തം ഇതാണ് കേട്ടോ. നിറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് മറ്റേ ചെറിയ റബ്ബർ വെച്ചിട്ടുണ്ട്, റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി മൊത്തം ആ മേളിൽ കാണുന്നുണ്ടല്ലോ, അത് ഭൂരിഭാഗം അത് പൈനാപ്പിൾ മൊത്തം പറിച്ച് അതിൻ്റെ ചുവട്ടിലുണ്ടാകുന്ന ചെറുതില്ലേ അതും പറിച്ചതിന് ശേഷം തീയിട്ട് കത്തിച്ചേക്കണ സ്ഥലമാണ് കാണുന്നത്. പിന്നെ കുറേ ബഡിൻ്റെ പ്ലാവുണ്ട്. അതൊക്കെ ബഡ് പ്ലാവാണ് കുറച്ച് ഭാഗങ്ങൾ. പിന്നെ വീണ്ടും അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടുണ്ട് നമ്മുടെ പൈനാപ്പിൾ. ഈ ഭാഗമൊക്കെ റോഡ് നല്ല കേട്ടോ. അതിപ്പോൾ 35 മൈൽ എത്താറായി. ഇടയ്ക്കൊക്കെ മറ്റേ ഈ വെട്ടിത്താപ്പിനൊക്കെ പണി നടത്തി. ഇതും കണ്ടോ ഡ്രമ്മൊക്കെ വെച്ചേക്കണേ, ബോർഡ് വെച്ചേക്കണേ, പണി നടത്തി. അങ്ങനെ കുറേയൊക്കെ സിമെൻറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് മറ്റേ ആ വെട്ടിത്താപ്പെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വെള്ളം ഒഴുകി പോകാനായിട്ട് മാതിരി. അങ്ങനെ നമ്മൾ 35 മൈലിൽ വന്നു കേട്ടോ. അതെ, ആ കാണുന്ന റാണി ഹോട്ടലാണ്. ഇപ്പുറത്തെ കരിക്ക സാധനങ്ങളൊക്കെ ഉണ്ട്.
ഫുള്ള് ശബരിമല വണ്ടിയാണ്. ഇനി യാത്ര ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഇവിടുന്ന് കയറി പോവുക, ഇല്ല ഞാൻ വന്ന പോലെ ലൊക്കേഷൻ അയച്ചവൻ 2 അടി വെച്ച് കൊടുക്കണം. അവർ ഇതിൻ്റെ ഇപ്പുറത്താണ് കയറി ചെയ്യുക, അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുവഴിയും വരാം. നല്ല ചൂടായിരുന്നു കേട്ടോ. പിന്നെ യാത്ര അടിപൊളിയായിരുന്നു. അപ്പം ഇങ്ങനെ പോകുന്നവർ ഒന്നെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുക, അതായത് പെരുവന്താനത്ത് നിന്ന് ഇറങ്ങുക, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് കയറുക. ഇവിടുന്ന് കയറിയാൽ പൈനാപ്പിളത്തോട്ടം കണ്ട് ഒരു കുളിയും കഴിഞ്ഞ് അവിടെ നിന്ന് പോകാം. അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ കുളിയും കഴിഞ്ഞ് തിരിച്ചു വരാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ.